നമ്മുടെ സമൂഹത്തെ, ആളുകളെ വലിയ തോതിൽ കബളിപ്പിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയണം. ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഗൂഗിൾ CEO സുന്ദർ പിച്ചൈയുടെ ഒരു വീഡിയോ വന്നു. ആ വീഡിയോ വ്യാപകമായ ആളുകൾ കണ്ടു. സുന്ദർ പിച്ചൈ പറയുകയാണ്, 21,000 രൂപ നിക്ഷേപിക്കുക, 7 ദിവസം കൊണ്ട് ലക്ഷങ്ങൾ തിരിച്ചു കിട്ടും. നേരത്തെ അദാനിയോ അംബാനിയോ ഇങ്ങനെ പറയുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരുപാട് ആളുകൾ പൈസ നിക്ഷേപിച്ചു. അവരുടെ പൈസ പോയി. അപ്പോൾ അങ്ങനെ പൈസ പോയെങ്കിൽ സുന്ദർ പിച്ചൈക്കെതിരെ കേസെടുക്കണ്ടേ? അതെ, എടുക്കണം, നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. മറ്റൊരു വീഡിയോ നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെയാണ്. 2 മിനിറ്റുള്ള വീഡിയോ. നിർമ്മല സീതാരാമൻ പറയുകയാണ്, 2 മിനിറ്റുള്ള വീഡിയോ നിങ്ങളത് കാണണം. കണ്ടാൽ നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങൾ വലിയ പണക്കാരായി മാറും. ഒരു നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് നിർമ്മല സീതാരാമൻ പ്രസംഗിക്കുന്നു. വീഡിയോ വൈറലായിരുന്നു. നമ്മുടെ പ്രേക്ഷകരും കേട്ട് കാണും. ഇനി തീർന്നില്ല. ഇങ്ങനെ ഗ്യാരൻറ്റീഡ് ഇൻകം, ഉറപ്പായിട്ടുള്ള വരുമാനം, 3 ലക്ഷം രൂപ മിനിമം വരുമാനം ഉറപ്പു തരുന്ന ഒരു പദ്ധതി നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യുന്നൊരു വീഡിയോ. അതും വന്നു. ഇതൊക്കെ കണ്ട് നോക്കൂ. ഒന്ന് സുന്ദർ പിച്ചൈ, ലോകത്തിലെ ഏറ്റവും വലിയ IT കമ്പനികളിലൊന്നിൻ്റെ അല്ലേ? അതെ, മേധാവി. രണ്ടാമത്തത് നിർമ്മല സീതാരാമൻ, നമ്മുടെ ധനകാര്യമന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്ന ധനകാര്യമന്ത്രിയല്ലേ? പിന്നെ രാഷ്ട്രത്തലവൻ. ഇവരൊക്കെ വന്ന് ആളുകളോട് ഓരോ നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും ആളുകൾ വിശ്വസിക്കും. അതിലിട്ടവരുടെ എല്ലാം കാശ് പോയി. എന്താ സംഭവിച്ചെന്നറിയോ? ഈ പ്രസംഗങ്ങൾ നിർമ്മല സീതാരാമൻ അറിഞ്ഞിട്ടില്ല, സുന്ദർ പിച്ചൈ അറിഞ്ഞിട്ടില്ല, ദ്രൗപദി മുർമു അറിഞ്ഞിട്ടില്ല. അവരുടെ വീഡിയോകൾ വ്യാജമായി നിർമ്മിച്ചതാണ്. എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരവുണ്ട്. നമ്മൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം സിനു എന്നെ കാണിച്ചില്ലേ, ഏഷ്യാനെറ്റ് നോക്കിക്കേ എന്ന്. അതെ, ഇവരൊക്കെ ഒരു സിംഹാസനം, സുവർണ സിംഹാസനത്തിൽ ഇരിക്കാൻ വേണ്ടി അവിടുത്തെ 3 സ്ഥാനാർത്ഥികളും തോക്കൊക്കെ പിടിച്ച് കാട്ടിലൂടെ ഓടുന്ന ഒരു വീഡിയോ. നിർമ്മിതമാണ്. പക്ഷെ അത് പിന്നെ കാണുമ്പോൾ അറിയാം ഒറിജിനൽ അല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്ന്. പക്ഷെ അങ്ങനെയല്ലാതെ ഒറിജിനൽ പോലെ ഇരിക്കുന്ന വീഡിയോകൾ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയതാണ് സുന്ദർ പിച്ചൈയുടെയും ദ്രൗപദി മുർമുവിൻ്റെയും നിർമ്മല സീതാരാമൻ്റെയും വീഡിയോസ്. ഈ മഴക്കാലം തുടങ്ങിയപ്പോഴേ ഞാൻ ചേട്ടനൊരു വീഡിയോ കാണിച്ചു. ഒരു വനിതാ റിപ്പോർട്ടർ ഒരു റോഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ബൈക്കുകാർ ഇങ്ങനെ വരുന്നു, ഓടി വന്നിട്ട് ഈ ബൈക്ക് അപ്പം പെട്ടെന്ന് വെള്ളത്തിൽ വീണ്. എന്നിട്ട് ഒരു തെറിവാക്കാണ് ഉപയോഗിക്കുന്നത്. ചേട്ടൻ ചോദിച്ചു, ഇത് ആ ചാനലല്ലേ, അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ലേ? അപ്പോഴും ഞാൻ പറഞ്ഞു, ഇല്ല, ഇത് AI നിർമ്മിതമായിരിക്കും. കാരണം അത്ര മോശം തെറിവാക്കാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേട്ടൻ എനിക്ക് തന്നെ ഒരു മെസ്സേജ് അയച്ചേക്കുന്നു. നമ്മുടെ ടെലഗ്രാമിൽ എൻ്റെ സാധനം ഹാക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ ഞാൻ തന്നെ എന്താ അങ്ങനെ, അത് AI നിർമ്മിതമാണോ? അങ്ങനെ പോലും ചിന്തിക്കുന്നു. അല്ല, എന്താണ് സംഭവിക്കുന്നത്? സൈബർ രംഗത്ത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ വാട്സാപ്പ്, നമ്മൾ ഈ വാട്സാപ്പ് ടെലഗ്രാം ഉപയോഗിക്കാറില്ല. എന്നെ 1-2 സുഹൃത്തുക്കൾ, എൻ്റെ ഈ കൊച്ചിൻ കോളേജിലെ അധ്യാപിക പൂർണിമ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ വിളിക്കുന്നു. അതേ, ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്കൊക്കെ ഓരോ മെസ്സേജ് വന്നിരിക്കുന്നു. മെസ്സേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തോ പോൺ സാധനമാണെന്ന് തോന്നുന്നു. ഷോർട്ട് വീഡിയോ അവർ ഓപ്പൺ ചെയ്തിട്ടില്ല, അതാണെന്ന് പറയുന്ന ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. അത് വ്യാജമാണെന്ന് മനസ്സിലായി. കാരണം എൻ്റെ ഒരു സുഹൃത്തിനും കഴിഞ്ഞ ദിവസം സംഭവിച്ചു. അദ്ദേഹത്തിന് വന്ന അതേ സാധനം തന്നെ സുനിൽജിയുടെ ഇതിൽ നിന്ന് വന്നപ്പോൾ സംഭവം മനസ്സിലായി. ഞാൻ വിളിക്കുകയാണ്, ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഞാൻ ഉടനെ കയറി നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഇതിൽ നിന്ന് ഇങ്ങനെ മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ വാട്സപ്പിൻ്റെ അല്ല, ടെലഗ്രാമിൻ്റെ ഒരു അറിയിപ്പ്, നിങ്ങളുടെ അക്കൗണ്ട് 2 സ്ഥലത്തു നിന്ന് ലോഗിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇത് നിങ്ങൾ തന്നെയാണോ? വെരിഫിക്കേഷൻ അല്ലേ? നോട്ട് മീ, ഹ്യൂമൻ മീ എന്നടിക്കാം. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സത്യത്തിൽ ടെൻഷനായിട്ട് ഞാൻ അക്കൗണ്ട് അങ്ങ് ഡിലീറ്റ് ചെയ്തു. പക്ഷേ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തതിന് ശേഷവും, കാരണം എൻ്റെ അക്കൗണ്ട് പോയി, എൻ്റെ അക്കൗണ്ട് വേറെ ആളുടെ കയ്യിലാണ്. ആ അക്കൗണ്ടിൽ നിന്ന് പിന്നെ ഇപ്പോഴും എനിക്ക് എൻ്റെ ആ ടെലഗ്രാം അക്കൗണ്ട് ഇല്ല. ഞാൻ ആ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ ഇപ്പോഴും അതിൽ മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനുള്ള ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലുമൊക്കെ അപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ ഈ ടീച്ചർ, കൊച്ചിൻ കോളേജിലെ അധ്യാപിക എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴും സാധനം വരുന്നുണ്ട്. എങ്ങനെയാണ്? അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ 2ാമത്തെ വാട്സാപ്പും 2ാമത്തെ ടെലഗ്രാം നോക്കിയപ്പോൾ അവിടെയും മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇറ്റ്സ് നോട്ട് മീ എന്നടിച്ചു. അതും ഹാക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ അതിനകത്ത് കാണിക്കുന്നു ക്രോം 129 ജിസൺ ജർമ്മനി, അവിടെ നിന്നും, അതായത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ക്രോം 129 നിന്ന് ജർമ്മനിയിലെ ജിസൺ എന്ന് പറയുന്ന സ്ഥലത്ത് സാംസങ് ഗാലക്സി S24 അൾട്ര
ഉപയോഗിച്ച് ലോസ് ഏഞ്ചൽസിൽ നിന്നും എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്നു. അത് പിന്നെ ഇറ്റ്സ് നോട്ട് മീ അടിച്ചുകൊണ്ട് ആ അക്കൗണ്ട് പോയില്ല, മറ്റത് പോയി. അതിപ്പോഴും എൻ്റെ ഒരു നമ്പറിലെ ടെലഗ്രാം ഇപ്പോൾ വേറെ ആരോ കൈവശം വെച്ചുകൊണ്ടിരിക്കുക. വൈകുന്നേരം ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടിനെ കാണാനിരിക്കുക. ഇപ്പോൾ അതല്ല പ്രശ്നം. ഞാൻ പറയുന്നത് ആളുകളുടെ ചിത്രം. കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ, പാർലമെൻറ്റിൽ അമിത്ഷാ ഇരിക്കുന്നു, തൊട്ടടുത്ത് ഒരു വനിതാ MP ഇരിക്കുന്നു, ഇവർ തമ്മിൽ ചുംബിക്കുന്നു. ഉടനെ മോദി പുറകിൽ നിന്ന് അമിത്ഷായെ തല്ലാൻ വരുന്നു. നേരെ തിരിച്ച് മറ്റൊരു വീഡിയോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സോണിയാഗാന്ധിയും തമ്മിൽ ഇങ്ങനെ ചെയ്യുന്നു, രാഹുൽ ഗാന്ധി അടിക്കാൻ വരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് അമിത്ഷാ സംവരണത്തിനെതിരെ പ്രസംഗിച്ചു എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ ഇറക്കി, ഓഡിയോ സഹിതം പ്രസംഗമെല്ലാം അങ്ങനെ. ഇത് വളരെ കൃത്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും കൂട്ടിച്ചേർത്ത് സാവോ പോലെയുള്ള ചില ആപ്പുകൾ വഴി ഉണ്ടാക്കുന്നതാണ്. ഇതിന് വലിയ പ്രക്രിയയാണെന്നാണ് പറഞ്ഞത്. കാരണം രണ്ടുപേരുടെ ആണെങ്കിൽ അവരുടെ ആയിരക്കണക്കിന് ഫോട്ടോസ് ജനറേറ്റ് ചെയ്യണം, അത് എൻകോഡറിൽ കൊടുക്കണം. എന്നിട്ട് എൻകോഡർ ഇവരുടെ സമാനതകളെല്ലാം പരിശോധിച്ചിട്ട് റിയൽ ഫേസ് ഉണ്ടാക്കും, ഒറിജിനൽ പോലെ ഇരിക്കും, ശബ്ദം എടുക്കും, എല്ലാ ശബ്ദം, ചലനങ്ങൾ, ഇതെല്ലാമുള്ള വീഡിയോകൾ കൊടുത്താൽ ഒറിജിനൽ ആളിൻ്റെ പ്രതിരൂപം ഉണ്ടാക്കിത്തരും. ഇപ്പം നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നമ്മൾ വലിയ അഭിമാനത്തോടെ പറയുകയാണ്, വലിയ ടെക്നോളജിയുടെ മുന്നേറ്റമാണ്. പക്ഷേ ഇത് വലിയ പ്രശ്നമാണ്. ഇത് ജൂൺ മാസമല്ലേ, ഈ ജൂണിനുള്ളിൽ കേരളത്തിൽ നിന്ന് ഡീപ്പ് ഫേക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഫേക്കാണ്, ഡീപ്പായിട്ടുള്ള ഫേക്ക്, അത്രയും കൂട്ടിയാൽ മതി. ആ ഡീപ്പ് ഫേക്ക് വീഡിയോകളെ സംബന്ധിച്ച് 1000 വീഡിയോകൾ കേരളത്തിലെ സൈബർ പോലീസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. 1000 എണ്ണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു കസേരയിൽ ഇരുന്നിട്ട് ഇതേ ഉടുപ്പും ഒക്കെ ധരിച്ച് ഇതേ പശ്ചാത്തലത്തിൽ ഇരുന്നിട്ട് ഒരു തെറിപ്പാട്ട് പാടുന്നൊരു വീഡിയോ നാളെ സോഷ്യൽ മീഡിയയിൽ വരാം. ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഒറിജിനൽ പോലെ ഇരിക്കും. എൻ്റെ ചിത്രങ്ങളെടുത്ത് മെഷീൻ ലേണിങ്ങും എൻ്റെ ശബ്ദവും എൻ്റെ ചലനങ്ങളും എൻ്റെ ഭാവങ്ങളും ഒക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ അപകടം എന്ന് പറയുന്നത് എന്നറിയോ, സെലിബ്രിറ്റികൾക്കാണ്. സിനിമാ രംഗത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ അശ്ലീല വീഡിയോകൾ വരുന്നു, ഒറിജിനലിനെ വെല്ലുന്ന തരത്തിൽ. നേരത്തെ ഒറിജിനലിനെ വെല്ലുന്ന കള്ളനോട്ടാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ഇത്തരം വീഡിയോകൾ, ഡീപ്പ് ഫേക്ക് വീഡിയോകൾ ഉണ്ടായി വരുന്നു. ആളിനെ വെല്ലാൻ വ്യാജ വീഡിയോ വരുന്നു, വീഡിയോ ഉണ്ടാക്കുന്നു ഒന്നും അല്ല. അതാണ് സിനിമ പറഞ്ഞതാണ് റിയാലിറ്റി. പക്ഷേ ഇതുണ്ടാക്കുന്ന കോൺസിക്വൻസ് എന്താണ്? ഒരു പെൺകുട്ടിയുടെ ചിത്രമെടുത്ത് അവളുടെ 4-5 ഫോട്ടോസ് എടുത്ത് അവളുടെ ഓഡിയോ ശബ്ദവും കിട്ടി അവളെ വെച്ചിട്ടൊരു അശ്ലീല വീഡിയോ ചെയ്താൽ കുറേയേറെ ആളുകൾ വിശ്വസിക്കും ഇത് ഒറിജിനലാണെന്ന്. അതെ, എത്ര ഷെയർ ചെയ്യപ്പെട്ടു, എത്ര പേരുടെ ജീവിതം നശിച്ചു പോകും. ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? രാഷ്ട്രീയത്തിലാണെങ്കിൽ വ്യാജമായ പ്രസ്താവന നടത്താം. ഒരു നേതാവ് വന്നിട്ട് ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു, വലിയ സ്വാധീനമുള്ളൊരു നേതാവ്, അത്തരം ഒരു വീഡിയോ വന്നാലോ? അപ്പോൾ ഒരു വലിയ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യന് ഒരുപാട് സഹായകരമാണ്. പക്ഷേ നമ്മളൊരു 2 വർഷം മുമ്പ് ഈ പ്രശ്നമില്ലായിരുന്നു അല്ലേ? അതെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത്രയും വലുതായി വന്ന് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് ആക്സസ് വരുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ കോമണായി പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായി, AI ലഭ്യമായി തുടങ്ങിയതോടുകൂടി ചില പ്രശ്നങ്ങൾ, വീഡിയോസ് മാത്രമല്ല ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, ഫോട്ടോഗ്രാഫ്സ്. ഇപ്പം തന്നെ ചില ആപ്പുകളുണ്ട്, 2 ഫോട്ടോ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആളുകൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നതായിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രീ ആപ്പുകൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ വരുന്നുണ്ട്. എൻ്റെയും വേറൊരാളുടെയും ഫോട്ടോ അങ്ങ് കൊടുക്കുക, എന്നിട്ട് അവർ ചേർന്നിട്ട് 2 പേരും ചേർന്ന് ആലിംഗനം ചെയ്ത് ചുംബിക്കുന്ന ഒരു ചിത്രം ഉണ്ടാക്കണം. ഫേസ്ബുക്കിലുണ്ട്. ഫോട്ടോസ് അങ്ങ് കൊടുത്താൽ മതി, എന്നിട്ട് അതിൻ്റെ സ്റ്റില്ലോ വീഡിയോ എടുത്തിട്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഒരു വലിയ ഗുരുതരമായ സാമൂഹിക പ്രശ്നമായി മാറുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തെ, സാധാരണ ജീവിതത്തെ വല്ലാതെ ബാധിക്കും, സാമ്പത്തികമായി ബാധിക്കും, സമൂഹത്തിൽ വലിയ തോതിലുള്ള വയലൻസും അക്രമവും ഉണ്ടാക്കാൻ മാറുന്നു എന്ന് വ്യക്തമായിരിക്കും. ഇപ്പോൾ കേരളത്തിലാണ് ഇപ്പോൾ ആളുകൾ കുറച്ചെങ്കിലും കേസൊക്കെ കൊടുക്കാൻ പോയിരിക്കുന്നത്. നമ്മുടെ തൃശ്ശൂരെ SP ആയിരുന്ന അങ്കിത് അശോകനാണ് ഇപ്പോൾ ഈ സൈബർ വിങ്ങിൻ്റെ SP. അദ്ദേഹമാണ് പറഞ്ഞ 1000 അക്കൗണ്ടുകൾ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നത്. തൃശ്ശൂർ SP അല്ലോ, തൃശ്ശൂർ കമ്മീഷണറായിരുന്നു അല്ലേ? അതെ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇതിനെ നമ്മൾ കേരളത്തിലെ ഈ ഡീപ്പ് ഫേക്ക് കേസുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഇത് കംബോഡിയയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഈ സാധനം ഏറ്റവും കൂടുതൽ ഈ വ്യാജ അക്കൗണ്ടുകൾ വഴി പണം തട്ടുന്ന കേസുകൾ. പക്ഷേ ഇത് പരാതി കൊടുത്താൽ ഇത് കണ്ടെത്താൻ വലിയ പാടാണ്. പക്ഷേ ഈ പണം പോയിരിക്കുന്നത് കേരളത്തിൽ ഒരുപാട് പേരുടെ പണം പോയി. ഈ ഗൂഗിൾ സുന്ദർ പിച്ചൈ പറഞ്ഞതും രാഷ്ട്രപതി പറഞ്ഞതും ധനകാര്യമന്ത്രി പറഞ്ഞതുമായിട്ടുള്ള ഈ ഡീപ്പ് ഫേക്ക് വീഡിയോകൾ കണ്ട് അതിലൊക്കെ നിക്ഷേപിച്ച ആളുകളുടെ പണം പോയി. പക്ഷേ ഈ പണമൊക്കെ പോയിരിക്കുന്നത് അക്കൗണ്ട് ഇത് IP അഡ്രസ്സൊക്കെ ഉള്ളത് വിദേശത്താണെങ്കിലും പണം പോയിരിക്കുന്നത് ഇന്ത്യൻ അക്കൗണ്ടുകളിലേക്കാണ്. അതുകൊണ്ട് ആ വഴിക്കുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സൈബർ ഇത്തരം കേസുകളിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്തെ സൈബർ ലോ വളരെ ദുർബലമാണ്. ആളുകളെ കാര്യമായി ശിക്ഷിക്കാനുള്ള വ്യവസ്ഥ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് തോന്നുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ AI-യുടെ ഒരു ഉപഭോഗവും വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ കടുത്ത തോതിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നതിന് വ്യവസ്ഥാപിതമാക്കിയില്ല എന്നുണ്ടെങ്കിൽ വലിയ ദുരന്തങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന തരത്തിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. ഒറിജിനൽ ഏതാണ് വ്യാജന ഏതാണെന്ന് പറയാൻ പറ്റില്ല. ഇനി ഒറിജിനൽ വന്ന് ഇറങ്ങിയാലും ആളുകൾ പറയും അത് വ്യാജനാണെന്ന് പറയും. അത് കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞോട്ടെ, അങ്ങനെ ആർക്കെങ്കിലും രക്ഷപ്പെടാൻ അവസരം കിട്ടുന്നത് നല്ലതാണ്. പക്ഷേ ഒന്നും അറിയാത്ത ആളുകളുടെ വീഡിയോകൾ ഇങ്ങനെ ഉണ്ടാക്കപ്പെടുന്നത്, അതിലൂടെ വലിയ തോതിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത്, അത് നാളെ യുദ്ധത്തിനോ കലാപത്തിനോ വർഗീയ വിദ്വേഷത്തിനോ ഇടയാക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ഉണ്ടാവുന്നുണ്ട്. ഇത് സർക്കാർ കാണേണ്ടതാണ്. ഡീപ്പ് ഫേക്ക് വീഡിയോകളെ അമർച്ച ചെയ്യാൻ കർശനമായ ഒരു സൈബർ നിയമ ഭേദഗതി ആവശ്യമാണ്. അത് പറയുമ്പോൾ ഉടനെ ഇവിടെ ചിലർ മൗലിക അവകാശങ്ങളുടെ ലംഘനം, മോദിയുടെ ഫാസിസം എന്നൊക്കെ പറയും. സ്വന്തം വീട്ടിലെ പെങ്കൊച്ചിൻ്റെ വ്യാജ വീഡിയോ വരുമ്പോഴേ ഈ പറയുന്നവന് അതിൻ്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഏതായാലും ഇത് അത്രയ്ക്ക് സ്വാതന്ത്ര്യം, എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സിനുവിൻ്റെ മൂക്കിൻ്റെ തുമ്പത്താണ് അവസാനിക്കുന്നത്, അല്ലേ? എനിക്ക് കൈവീശാം, പക്ഷേ നിങ്ങളുടെ മൂക്കെ കൊള്ളരുത്. മൂക്കെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രൊജക്റ്റ് ചെയ്ത് മുന്നോട്ട് നിൽക്കുന്ന അവയവമായതുകൊണ്ടാണ്. അവരുടെ ദേഹത്ത് തൊടാൻ നമുക്ക് സ്വാതന്ത്ര്യമല്ല. അതുപോലെയാണ് അവരുടെ ഐഡൻറ്റിറ്റിയിൽ തൊടാനും നമുക്ക് അവകാശമില്ല. അപ്പോൾ ഏതായാലും അതീവ ഗുരുതരമായ ഒരു വിഷയമാണ് ഈ ഡീപ്പ് ഫേക്ക് വീഡിയോസ്. ഇതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. ബോധവൽക്കരണം മാത്രം പോരാ, കടുത്ത നിയമങ്ങളുണ്ടായി ഇതിനെ അമർച്ച ചെയ്യാൻ തുടക്കത്തിലെ പിടിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ സാമൂഹിക വിപത്തായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറും എന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.